ജന്തർ മന്ദറിൽ ഇടത് എംപിമാർ മാർച്ചായി തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രവർത്തകരെ അവർ അഭിവാദ്യം ചെയ്യുന്നു. നേരത്തെ തന്നെ ജന്തർ മന്ദറിൽ എത്തി അഭിജിത് ദീപ്കയെ കാണുകയും അഭിജിത് ദീപ്കയ്ക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നേതാക്കൾ ഇപ്പോൾ പ്രവർത്തകരെ കാണുന്നുണ്ട്. പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജോൺ ബ്രിട്ടാസ് ഒപ്പം എ റഹീം, ശിവദാസൻ അടക്കമുള്ള ഇടത് എംപിമാർ, പി സുനീറുണ്ട്, സന്തോഷ് കുമാർ ഉണ്ട്. പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തെ LDF-ലെ എംപിമാരാണ് ഈ വിധത്തിൽ എത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തകരൊക്കെ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവരാണ്. ഇവരെയൊക്കെ കണ്ട് ഐക്യദാർഢ്യം അറിയിക്കാനാണ് ഇടത് എംപിമാർ ഇവിടേക്ക് ജന്തർ മന്ദറിലേക്ക് എത്തിയത്. ഇപ്പോഴും പ്രതിഷേധക്കാരെ കണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് ഇടത് എംപിമാർ. ഈ സമരത്തെ കാണുന്നത് നിങ്ങൾ ഇടത് എംപിമാർ മുഴുവൻ ഐക്യദാർഢ്യം അറിയിച്ചെത്തിയതാണ്. കാരണം ഞങ്ങള് സഭക്കകത്ത് ഈ വിഷയം ഉന്നയിക്കാൻ പരമാവധി പരിശ്രമിച്ചു. ചെയർമാനെ കണ്ടു പറഞ്ഞു. ഇത്രയേറെ ലാത്തി ചാർജ് ഉണ്ടായി, തല പൊട്ടി, പ്രശ്നമായി, 100-300 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാനും അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് അനുവദിക്കുന്നില്ല. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇന്ന് കൂടുതൽ ശക്തമായിട്ട് എല്ലാവരും കൂടെ വന്നു. ഈ പ്രതിഷേധം തുടരും. നിങ്ങൾ നോക്ക്, ഇതിപ്പോ പോലീസ് ബ്രൂട്ടാലിറ്റിക്കെതിരായിട്ടാണ് ഞങ്ങളുടെ ഈ മാർച്ച്. ഇന്നലെ നടന്നത് നിങ്ങൾ കണ്ടില്ലേ? വസ്ത്രം, കീറിയെറിയപ്പെട്ട വസ്ത്രമാണ് ആ സഹോദരി ഉയർത്തി കാണിച്ചത്. തലപൊട്ടിയിരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടില്ലേ? ഇതുപോലെ ആയിരക്കണക്കിന് പേരാണ് ഇന്നലെ ഡൽഹിയുടെ വിവിധ കോണുകളിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ഇവരിപ്പോഴും പ്രതിഷേധിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിച്ചാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ തെരുവിൽ ചോരകിനിയുന്നത്. ചോര ഒടിഞ്ഞിട്ടും ചോരകിനിഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന ചെറുപ്പത്തെ കാണാനാണ് പോലീസ് ബ്രൂട്ടാലിറ്റിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഞങ്ങളുടെ പ്രതിഷേധമാണ്, ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ്. ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറായി. ഞങ്ങള് പാർലമെന്റിനുള്ളിലും പുറത്തും പൂർണ്ണമായിട്ട് ഈ പ്രതിഷേധക്കാരുടെ കൂടെ ഉണ്ടാവും, സമരക്കാരുടെ കൂടെ. ഇവർ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമരത്തിലാണ്. ഡൽഹിയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു രക്തം ചിന്തലുണ്ടായിട്ടില്ല. നിഷ്കളങ്കരായിട്ടുള്ള യുവാക്കളെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത്. RSS ഗുണ്ടകളും പോലീസും കൂടി ചേർന്ന് അവരുടെ തലയോട്ടി അടിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഏതായാലും പ്രതിഷേധിച്ച് എംപിമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതുലിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ, ദില്ലി.